ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നരി വേട്ട റിവ്യൂലോട്ടാണ്. അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ്. ഡയറക്ടർ അനുരാജ് മനോഹർ നേരത്തെ ചെയ്തത് ഇഷ്കിന് ശേഷം വന്ന ഒരു ലോങ് ബ്രേക്കിന് ശേഷം വന്നൊരു പടമാണ്. അത് അറിയാനുണ്ട്. കിടിലൻ എല്ലാം നോക്കുവാണെങ്കിൽ വിഷ്വൽ എല്ലാം കിടിലാണ്. ഓരോ ഷോട്ടും. പിന്നെ റൈറ്റർ എബിൻ ജോസഫ്, രണ്ടുപേരും കിടുക്കിയിട്ടുണ്ട്. എഡിറ്റ് ചെയ്തേക്കുന്നത് ഷമീർ മുഹമ്മദ്. സിനിമാട്ടോഗ്രാഫി വിജയ്, തളപതി വിജയ് അല്ല, വെറും വിജയ്. കിടിലൻ ഓരോ ഷോട്ടും ഓരോ ഫ്രെയിമും കിടിലനാക്കിയിട്ടുണ്ട്. മ്യൂസിക് ചെയ്തേക്കുന്നത് ജെക്സ് ബിജോയ്. സൂപ്പർ. ഓരോ BGM ഓരോ സീനിനനുസരിച്ച് കിടിലൻ BGM എന്നുവെച്ചാൽ നമുക്ക് ഒരു നിമിഷം പോലും ഒരു ബോറായിട്ട് തോന്നില്ല. പിന്നെ സൂപ്പർ സോങ് ഉണ്ട്. ഒരു നല്ലൊരു സോങ് അടിപൊളിയായിട്ടുണ്ട്. പടം തുടങ്ങുന്നത് 2003 മുത്തങ്ങ സമരത്തിൻ്റെ അത് കാണിച്ചുകൊണ്ടാണ്. ഈ പടത്തിൽ ഇതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും മുത്തങ്ങ, തിരുനെല്ലി, വയനാട് ആ സമയത്തുള്ള. ഇപ്പം PSC ഇതിനകത്ത് ടോവിനോയുടെ ക്യാരക്ടറിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ടോവിനോ PSC എഴുതുന്ന കുറേ ലിസ്റ്റിലൊക്കെ ഉണ്ട്. ഇങ്ങനെ പറയുന്നുണ്ട് സെക്രട്ടേറിയറ്റ്, പുള്ളിയെ കാണിക്കുന്നത് തന്നെ സെക്രട്ടേറിയറ്റിൽ സമരമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഫീൽ ചെയ്യും. ഈ സെക്രട്ടേറിയറ്റിലുള്ള സമരമൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് മുമ്പായാലും അനുഭവിച്ച് തന്നെ അറിഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇതുപോലെ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും. ഇതേപോലെ സെക്രട്ടേറിയറ്റിലെ സമരവും റാങ്ക് ലിസ്റ്റ് നീട്ടി കിട്ടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഈ PSC ഒക്കെ പഠിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഫീൽ ആവും. കറക്റ്റ് അതേപോലെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. PSC പഠിക്കുന്നവരുടെ ഒരു ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അത് ടോവിനാണ് ചെയ്തേക്കുന്നത്. ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഇപ്പം 28-29 വയസ്സാകുമ്പോഴും നമുക്കൊരു ജോലി വേണം. ആ ഒരു ജോലിക്ക് വേണ്ടി പ്രയത്നിച്ചാലേ ആ ജോലി കിട്ടത്തുള്ളൂ. അത് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അന്നേരം ഉള്ളവരുടെ നമ്മുടെ കയ്യിലുള്ള ക്യാഷിൻ്റെ കാര്യം, ഓരോരുത്തരുടെ ഹാസ്യപ്പെടുത്തൽ, ഓരോരുത്തർ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയെ കണ്ടുകൊണ്ടുള്ള ഹാസ്യപ്പെടുത്തൽ, ഇതെല്ലാം എനിക്ക് ഇതെല്ലാം ഫീലായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഓട്ട കാലണയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട്. കറക്റ്റ് ആ ഒരു സീൻ തന്നെ എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ കയ്യുടെ ക്യാഷിൻ്റെ കാര്യമൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു ജോലിക്ക് വേണ്ടി ഇപ്പോൾ PSC എഴുതുന്നവർക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്ത് കഷ്ടപ്പെട്ടായിരിക്കും എന്ന് വെച്ചാൽ ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ ആട്ടും തുപ്പുമൊക്കെ സഹിച്ചാണ് ഓരോരുത്തരും ഓരോ ലിസ്റ്റ് വരുന്നത്. അത് ഇതിനകത്ത് നല്ല രീതിയിൽ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അത് കറക്റ്റ് കാര്യം തന്നെ. അത് പോട്ടെ, ഒരു വഴിക്കോട്ട് പോകുന്നുണ്ട്. അത് ഒരു വേറെ വഴിക്കോട്ട് പോട്ടെ. ഇനി അതിനകത്ത് ടോവിനോയുടെ പെയറിംഗ് ആയിട്ട് വന്നത് പ്രിയമദ കൃഷ്ണൻ. എന്ത് രസമായിട്ട് ആ സീനൊക്കെ പോയിട്ടുണ്ട്. ഓരോ റൊമാൻറ്റിക് സീനൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു പെയറിംഗ് ഉള്ളവരാണെങ്കിൽ മനസ്സിലാവും. അതേപോലെ ഇഴുകി ചേർന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കോപ്രായം കാണിക്കുമല്ലോ, ചില സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ട്. ഈ റൊമാൻറ്റിക് സീനകത്ത് കോപ്രായം കാണിച്ചുകൊണ്ട് ചിരിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നത്. ഇതല്ല, ഇത് നമുക്ക് അതേപോലെ ഫീലിംഗ് ചെയ്യും. ഇപ്പോൾ ഒരു സോങ് ഉണ്ട്, കിടിലൻ സോങ്. ഇവർ തമ്മിലുള്ള ഇപ്പം ട്രെൻഡിങ്ങിൽ വന്നേക്കുന്ന സോങ്ങാണ് കിടിലൻ സോങ്. ജെക്സ് ബിജോയ് എൻഗേജ്ഡ് ആയിട്ട് ഫസ്റ്റ് ഹാഫ് ഫുള്ള് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് ടീമൊന്നും പറയുന്നില്ല. അതിനകത്ത് മുത്തങ്ങ സമരമാണ് ഫുള്ള് കാണിച്ചേക്കുന്നത്. CK ജാനുവിൻ്റെ വേഷത്തിൽ, മുത്തങ്ങ സമര നായിക CK ജാനുവിൻ്റെ വേഷത്തിൽ ആര്യ സലീം ആ റോള് കിടിലനാക്കി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് ഓരോരുത്തരെയും എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓരോരുത്തർ, പിന്നെ ഇതിനകത്ത് ഗോത്രവർഗത്തിലെ ഒരു നേതാവായിട്ടൊരു ചേട്ടൻ വരുന്നുണ്ട്. പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ ആ സിനിമയ്ക്കകത്ത് പുള്ളിക്കാരൻ കിടിലനായിട്ട്, പുള്ളി ഇനി ഇതേപോലെ ഗോത്രവർഗ്ഗമാണോ എനിക്കറിയത്തില്ല, കിടിലനാക്കി ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് ആലോചിച്ച്, ഇത് കറക്റ്റിൽ ഗോത്രവർഗ്ഗക്കാരൻ തന്നെ ആണോ എന്നുള്ള രീതിയിൽ അത് കിടിലനാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു നെഗറ്റീവ് ഇതിനകത്ത് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടാണ് പുള്ളി ഇതിനകത്ത് പോകുന്നത്. നിങ്ങൾ ട്രെയിലർ കണ്ടാണല്ലോ, ഇതിനകത്ത് സ്പോയിലറൊന്നും ഞാൻ പറയുന്നില്ല. അതിനകത്ത് ഈ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ബെൽറ്റിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ചാര ഇതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അത് എനിക്ക് മനസ്സിലാകുന്നില്ല. കോൺസ്റ്റബിളിൻ്റെ ആ സമയത്ത് ചാര വാങ്ങുമെന്ന് എനിക്കറിയത്തില്ല. കോൺസ്റ്റബിളിൻ്റെ ബെൽറ്റിൻ്റെ കളറ് ബ്ലാക്ക് അല്ലേ, ക്യാമ്പിലുള്ളവർക്ക് വൈറ്റും, അല്ലാതെ ഉള്ളവർക്ക് പോലീസ് സ്റ്റേഷനിലുള്ളവർക്ക് ബ്ലാക്കും. ഇതാണ് അവിടുത്തെ ഒരു പോലീസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് അവർ ചാരമാണ് കാണിച്ചു വെച്ചേക്കുന്നത്. അതാണ് എനിക്ക് ഉള്ളൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയത്. ബാക്കി എല്ലാം കിടിലനാക്കിയിട്ടുണ്ട്. ടോവിനോയുടെ പെർഫോമൻസ് ഇതിനകത്ത് എടുത്ത് പറയേണ്ടതാണ്. കിടിലൻ, പുള്ളി ജീവിച്ച് കാണിച്ചിട്ടുണ്ട്. അതായത് പുള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വർഗീസ് പീറ്റർ. ആ റോൾ കിടിലനാക്കിയിട്ടുണ്ട്. നല്ല ഭദ്രമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ ഇമോഷൻ സീനുകളൊക്കെ ഉണ്ട്. നല്ല കിടിലൻ, ആ ഒരു ഇമോഷൻ നമുക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നന്ദു ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആക്ട്രസ് പ്രിയംവദ കൃഷ്ണൻ്റെ അച്ഛനായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സൂരാജ് കിടിലനാക്കിയിട്ടുണ്ട്. സൂരാജ് ഒരു കോൺസ്റ്റബിളായിട്ടാണ് വന്നേക്കുന്നത്. അത് നല്ലതായിട്ടുണ്ട്. പിന്നെ പോലീസ് മേധാവിയായിട്ട് വന്നേക്കുന്നത് പുള്ളിക്കാരൻ പഴയ ഡയറക്ടറും ആക്ടറും ഒക്കെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. പുള്ളിക്കാരനും അത് കിടിലനാക്കിയിട്ടുണ്ട്. ടോട്ടലി ആ ഒരു സംഭവത്തിന്, അതായത് 2003 മുത്തങ്ങ സമരത്തിന് അവർ നല്ല രീതിയിൽ, ഇവിടെ സിനിമയ്ക്കകത്ത് മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷേ നമുക്കത് മനസ്സിലാവും അത് തന്നെയാണെന്ന്. അത് നല്ല രീതിയിൽ അത് കാണിച്ചു തന്നിട്ടുണ്ട്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു അവസാനം ഇതിനകത്ത് കാണിച്ചിട്ടില്ല, എന്തുവന്ന് കറക്റ്റ് ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ബാക്കിയല്ല, അത് ചിന്തിച്ചെടുക്കാനുള്ളതായിരിക്കും. ബാക്കിയെല്ലാം കിടിലനാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ
സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് ഇറങ്ങി വരേണ്ട ഒരു സിനിമ തന്നെയാണ് നരിവേട്ട. എല്ലാം കൊണ്ടും ഈ ടോവിനോയുടെ പെർഫോമൻസ് കണ്ട് ഞാൻ കണ്ണ് തല്ലിപ്പോയി. അത്രയ്ക്കും കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എ.ആർ. റഹ്മാനകത്ത് പുള്ളി ചെയ്ത എ.ആർ. റഹ്മാനകത്ത് ആ മണിയൻ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ ഒരു ക്യാരക്ടർ പുള്ളി ജീവിച്ച് കാണിച്ചിട്ടുണ്ട്. കിടിലൻ. എല്ലാം കൊണ്ടും എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു നരിവേട്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ.